ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളായിട്ട് ഒരുപാട് കമൻറ്റ്സ് ഞങ്ങളുടെ വീഡിയോസിന് താഴെയായിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു Q&A ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലാണ്. നമുക്ക് അതിലോട്ട് ഡയറക്റ്റ് പോവാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നീതു ആണോ അതോ പ്രിയയാണോ എന്നുള്ള ഡൗട്ടുണ്ട് എല്ലാവർക്കും. ഇവളുടെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. എൻ്റെ പേര് പേരിന് സാവി എന്ന് വിളിച്ചാൽ മതി, എനിക്കത് ഇഷ്ടം. പലർക്കും വെല്ലപ്പുഴ ഏത് വെല്ലപ്പുഴ എന്നുള്ള ഡൗട്ടുണ്ട്. ഞങ്ങൾ പാലക്കാട് പട്ടാമ്പി വെല്ലപ്പുഴയാണ് സ്ഥലം ഉള്ളത്. വെല്ലപ്പുഴയിൽ ചുങ്കപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഓക്കെ, മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങളെ ഒരു ഫാമിലി ആണോ, ആരാണ്, ഭാര്യയാണോ, അനിയത്തിയാണോ, അമ്മ ആരുടെയാണ്, അച്ഛൻ ആരുടെയാണ്? അപ്പം ഇത് ഞങ്ങളെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇത് എൻ്റെ അനിയത്തിയാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു. ചേച്ചി ഇപ്പം ഇവിടെ അല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. പിന്നെ അച്ഛനമ്മ, അച്ഛനമ്മേനെ വിളിക്കാം. അപ്പോൾ ഇത് ഞങ്ങളുടെ തന്നെ അച്ഛനും അമ്മയാണ്. അമ്മായച്ചനൊന്നുമല്ല. അച്ഛൻ്റെ പേര് ശിവദാസൻ, നമ്മുടെ പേര് സുലോചന. ഇവർ രണ്ടുപേരെയും ഫേസ്ബുക്കിൽ ഒരുപാട് പേർക്ക് അറിയുണ്ടാവും. ഞങ്ങളെക്കാട്ടിലും മുന്നേ ചാനലിൽ വീഡിയോസ് ഇട്ടായിരുന്ന അച്ഛനമ്മയാണ്. പുതിയ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടില്ലെങ്കിൽ പരിചയപ്പെടാനുള്ളത് പലരും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരാൾ വന്നു പോയിരുന്നല്ലോ വീഡിയോയിൽ, അതാരാണ്? ഞങ്ങളുടെ ചേച്ചിയാണ്. മാരേജ് കഴിഞ്ഞു, ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇപ്പം. ഓക്കെ, പിന്നെ മെയിനായിട്ട് വരുന്ന ചോദ്യം, നിങ്ങൾ ഏട്ടനനിയത്തിയല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അഭിനയിക്കണത്, മോശമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ചിലവർ. സോ അതത്ര മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഞങ്ങളുടെ കണ്ടൻറ്റുകൾ കൂടുതലായിട്ടും ഈ ലൈഫിലുണ്ടാകുന്ന ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള കണ്ടൻറ്റുകളാണ് കൂടുതൽ ചെയ്യുന്നത്. സോ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അല്ലാതെ വേറെ രീതിയിലും ഞങ്ങളതിനെ അവതരിപ്പിച്ചിട്ടുമില്ല. സോ നിങ്ങളതിനെ ആ രീതിയിൽ മാത്രം കാണാൻ ശ്രമിക്കണം. ഓക്കെ, ഒരിക്കലും അത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിനയമാണ്. അതിൻ്റെ പരിമിതികൾക്കപ്പുറം ഞങ്ങളതിനെ ഒരിക്കലും ആ രീതിയിൽ അവതരിപ്പിച്ചിട്ടുമില്ല. ഓക്കെ, ആ രീതിയിൽ കാണാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തത് നിങ്ങൾക്കെന്താ ചിരിക്കാൻ അറിയില്ലേ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് ചെയ്യണത്. ഒരുപാട് പ്രോബ്ലംസ് ലൈഫിലുണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് എയിം ചെയ്തിട്ടാണ് ഓരോ കണ്ടൻറ്റുകൾ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ആ രീതിയിലുള്ളത് വരുന്നത്. ചിരിക്കുന്നത് ഇനി അങ്ങോട്ട് ചിരിക്കുന്നത് ചെയ്യാം. അത് എന്താ, ഇവളാണ് ഈ കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ചിരിക്കും. അമ്മ ടീച്ചറാണോ എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. അമ്മ ടീച്ചറൊന്നുമല്ല, അമ്മ ഹൗസ് വൈഫാണ്. അച്ഛന് കൺസ്ട്രക്ഷൻ വർക്കാണ്. പിന്നെ ചേച്ചി ഇപ്പോൾ നെറ്റ് എക്സാം എഴുതി PSC ട്രൈ ചെയ്യാണ്. ടീച്ചിങ്ങിൻ്റെ പല പരിപാടിയായിട്ട് അങ്ങനെ. ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ഞാനിവിടെ നാട്ടിലൊരു അടുത്തൊരു കമ്പനിയിലായിരുന്നു, ഓക്സിഫ്ലോ എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു. സോ പിന്നെ അങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു വർക്ക് നിർത്തിയിട്ട് ഇതിലേക്ക് മുഴുവനായിട്ടും ഇറങ്ങാം എന്നുള്ളൊരു തോട്ട്സ് വന്നുകൊണ്ട് അങ്ങനെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് തുടങ്ങിയതാണിത്. പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷമായി. പിന്നെ ഇപ്പോൾ ഈ ഫീൽഡിൽ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ആ വഴിക്ക്. അതെ, 7 വർഷം കൂടിയും പഠിക്കാതിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇരിപ്പിച്ചു. ഞാൻ പഠിത്തത്തിനെതിരല്ല കേട്ടോ. ഞാൻ പിന്നെ ഉള്ള ചോദ്യം, സ്വത്തു എന്നാണ് വിളിക്കുക. സ്വത്തുവിൻ്റെ ഹെയർ കെയർ
പറയാമോ അതിനെക്കുറിച്ച്? അത് ഹെയർ കെയർ എന്താണോ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോകൾ ചെയ്യും ഫ്യൂച്ചറിൽ. ഓക്കെ. പിന്നെ അച്ഛൻ എന്താ വീഡിയോയിൽ വരാത്ത? അച്ഛൻ വീഡിയോയിൽ വരാത്ത അച്ഛൻ്റെ വർക്ക് കാരനാണ്. അച്ഛൻ ഒരുപാട് വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അപ്പം അച്ഛനങ്ങനെ ഒന്നും കിട്ടാറില്ല, അതാണ് വീഡിയോയിൽ കാണാത്തത്. അതെ. ആദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും ചെയ്തിരുന്ന കാലത്ത് അവർ വൈകിട്ടായിരുന്നു, രാത്രിയായിരുന്നു വീഡിയോസ് ചെയ്തിരുന്നത്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലായിരുന്നു വീഡിയോസ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഫുൾ ടൈം രാവിലെയാണ് വീഡിയോസ് ചെയ്യാറ്. പിന്നെ സൺഡേ എന്ന് പറയുന്ന ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വേറൊരു പേജ് തുടങ്ങി അതിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ വർക്കിൻ്റെ തിരക്ക് കാരണം അങ്ങനെ വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ടാണ്. സോ വർക്ക് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ നിർത്തും. അച്ഛൻ്റെ വർക്ക് പെട്ടെന്ന് തന്നെ നിർത്തും. എന്നിട്ട് പെട്ടെന്ന് തന്നെ അച്ഛനും ഇതിൽ. അപ്പോൾ എല്ലാവരും കാണാം. നിങ്ങളുടെ അഭിനയം അടിപൊളിയാണ്, സിനിമയിൽ ചാൻസ് കിട്ടും. സോ അത് എത്രത്തോളം അടിപൊളിയാണെന്നുള്ള ഞങ്ങൾക്കറിയില്ല. സോ കാണുന്നവർ കുറച്ച് പേരും പറയുന്നുണ്ട് അഭിനയം നന്നായിട്ടുണ്ട്. സോ എല്ലാവർക്കും നന്ദി, താങ്ക് യു. സിനിമയിൽ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പോവും. കിട്ടുമല്ലോന്ന് അറിയില്ല കേട്ടോ. പിന്നെയുള്ള കമൻസാണ്, നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണ് പക്ഷേ പ്രൊമോഷൻസ് വീഡിയോസ് ചെയ്യല്ലേ എന്നുള്ളൊരു കമൻറ്റ്. സോ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇതിൽ നിന്നൊരു വരുമാനം, സ്ഥിരമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്നൊരു വരുമാനം ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ കോണ്ടൻറ് ക്രിയേഷൻ്റെ കൂടെ തന്നെ ഇടയ്ക്കൊരു പ്രൊമോഷൻ വീഡിയോസ് ചെയ്യും. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുക. സോ അത് നിങ്ങൾക്കൊരു വരുമാനമായിട്ട്, ഈ ചെയ്യുന്നതിന് ഒരു വരുമാനമായിട്ട് നിങ്ങൾ കാണണം. അതൊരിക്കലും അതും ഈ പറഞ്ഞ പോലെ തെറ്റായ രീതിയിൽ നിങ്ങൾ കാണരുത്. സോ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, കമൻറ്റിന് റിപ്ലൈ തരാത്തത് ഇടയ്ക്ക് ഈ ഒന്ന് സംസാരിക്കട്ടോ. വേർത്തു ഗൈസ്. കമൻറ്റിന് റിപ്ലൈ തരാത്ത എന്താന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്താ കമൻറ്റിന് റിപ്ലൈ തരാത്തത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് കമൻറ്റ്സ് വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കമൻറ്റ്സിനും റീപ്ലൈ കൊടുക്കാനായിട്ട് ഒരാളെ ഇരുത്തേണ്ടി വരും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവിടെ മാത്രം തന്നെ ഉള്ളൂ. മീൻസ് ഇവിടെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഞാനത് ഡയറക്റ്റ് ഇത് ഷൂട്ട് ചെയ്യണം, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. സോ ടൈം കിട്ടില്ല. അത് കഴിഞ്ഞ് ഇവർക്ക് വീണ്ടും പിറ്റേ ദിവസത്തേക്കുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കി ഇരിക്കണം. സോ അപ്പം കമൻറ്റിന് റീപ്ലൈ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വേറെ രീതിയിലാണ് കാണരുത്. അത് എല്ലാ കമൻറ്റിനും റീപ്ലൈ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. സോ അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കണം. ഡാൻസ് വീഡിയോ എന്താ ചെയ്യാത്തത്? ഡാൻസ് വീഡിയോസ് അത് ഈ പറഞ്ഞ പോലെ സമയത്തിൻ്റെ പ്രശ്നം കാരണമാണ്. ഡാൻസ് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യണം. അത് ചെയ്തതിന് ശേഷം നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയത്തിൻ്റെ കുറവ് കാരണമാണ് ഡാൻസ് വീഡിയോസിലേക്കും കിടക്കാത്തത്. സോ അതും വരും, ഫ്യൂച്ചറിൽ വരും. നിങ്ങൾ മേക്കപ്പ് ഇടാതെയാണല്ലോ അഭിനയിക്കുന്നത്. മേക്കപ്പ് അല്ല, ഞാൻ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ഞാനും ചെയ്യാറൊന്നുമില്ല. ഗേൾസാണ് പൊതുവെ മേക്കപ്പ് ചെയ്യാറ്. ഇവള് അങ്ങനെ കൂടുതലും മേക്കപ്പിൻ്റെ ആളല്ല, വലിയ ടച്ചില്ല. അതെ, അതറിയില്ല. മെയിനായിട്ട് അത് അറിയില്ല തോന്നുന്നു. നാച്ചുറൽ. അതെ, നാച്ചുറൽ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. പിന്നെ വരുന്നൊരു കാര്യമാണ്, ഇവളെ കാണാൻ കല്യാണി പ്രിയദർശനെ പോലെ ഉണ്ട്, വിജയുടെ പോലെ ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ എത്രത്തോളം നമുക്കതറിയില്ല. എനിക്കിതുവരെ തോന്നിയിട്ടില്ല, കല്യാണി പ്രിയദർശനെ പോലും തോന്നിയിട്ടില്ല. എനിക്കും തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ കമൻറ്റിൽ കാണുമ്പോഴാണ് ഉണ്ടോ, ഞാൻ അങ്ങനെ ഫോട്ടോ നോക്കും, ഉണ്ടോ എവിടെയെങ്കിലും കട്ടുണ്ടോ, പക്ഷെ എനിക്കതിന് പ്രത്യേകിച്ച് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ
വിജയ് സാറിൻ്റെ ഫേസ് കട്ട് ഉണ്ട് എന്ന് പറയണത് ആദ്യമായിട്ടല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്കതൊരു പൊതുമുള്ള കാര്യമായിട്ടും തോന്നണില്ല. സോ അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അതെ, നിങ്ങൾക്കറിയാനുള്ളതും ഇത്രയൊക്കെ തന്നെയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ ഞങ്ങളൊരു വ്ളോഗ്, ഫാമിലി വ്ളോഗ് തുടങ്ങാനുള്ളൊരു പ്ലാനുണ്ട്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഒപ്പം വേണം, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു 2-3 മാസം ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയൊരു 3 മാസത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ചാനലുകൾക്ക് ഫേസ്ബുക്കിലാണെങ്കിലും 1 ലക്ഷം ഫോളോവേഴ്സ് കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 38K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിലും 17Kക്ക് അടുത്തായി സബ്സ്ക്രൈബേഴ്സ്. സോ എല്ലാവർക്കും എല്ലാത്തിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നല്ല നല്ല കണ്ടൻ്റായിട്ട് ഇനി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരും. സോ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.